നെൽവില നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി കുട്ടനാട്ടിലെ നെൽ കർഷകർ. കുട്ടനാട്ടിലെ പാഡി ഓഫീസ് ഉപരോധിച്ച കർഷകർ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് എത്തി കർഷകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ച് 31 മുതൽ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ കർഷകർക്ക് വിലയായി നൽകാനുള്ളത് 712 കോടി രൂപയാണ്. നിരവധി തവണ മന്ത്രിമാരെ അടക്കം കണ്ട് കർഷകർ അവരുടെ പ്രതിസന്ധി ബോധ്യപ്പെടുത്തിയിട്ടും വില ലഭ്യമാക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് കർഷകർ മങ്കൊമ്പിലെ പാഡി ഓഫീസ് ഉപരോധിച്ചത്. നെല്ലിന്റെ വില നൽകാതെ കർഷകർക്ക് റീത്ത് വയ്ക്കുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP നേതാവും കർഷകനുമായ കൃഷ്ണപ്രസാദ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ കർഷകർ മണ്ടന്മാരായി നിന്ന് പ്രവർത്തിക്കുന്ന ഈ കുട്ടനാട് പോലെയുള്ള അല്ലെങ്കിൽ അപ്പർ കുട്ടനാട് പോലെയുള്ള മേഖലകളിൽ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് സാമ്പത്തികം തന്നില്ലെങ്കിൽ കർഷകൻ മരിച്ചു കഴിഞ്ഞ് റീത്ത് വെക്കുന്ന ഒരു പദ്ധതി ഇവിടുത്തെ സർക്കാർ കാണിക്കുന്നുണ്ട്. അങ്ങനെ റീത്ത് കൊണ്ട് വെച്ച് ഞങ്ങളെ ആദരിക്കേണ്ട. നെൽകർഷകരുടെ സമരം നടന്നിട്ടും സർക്കാർ സംവിധാനം അവഗണന തുടർന്നതോടെ വൈകിട്ട് 5-ന് ശേഷവും പാഡി ഓഫീസിലെ വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ സമരക്കാർ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. തുടർന്ന് പോലീസ് കർഷകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നെല്ലുവില ലഭിക്കും വരെയും സമരം ശക്തമായി തുടരാനും ജാമ്യമെടുക്കാതെ പ്രതിഷേധിക്കാനുമാണ് കർഷകരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.